ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമുക്ക് ഡ്രിങ്ക് ആയിട്ടും ഡിസേർട്ട് ഒക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന, ഇഫ്താറിനും അല്ലാതെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന കോൺഫ്ലവറോ മൈദയോ കസ്റ്റാർഡ് പൗഡറോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണുണ്ടേ. എൻ്റെ കയ്യിൽ കസ്കസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചിയാ സീഡ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. മധുരമുള്ള ഏത് പഴവും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാലിപ്പൂവനാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും, കുറച്ച് മധുരമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 5 ചെറിയ പഴം ആയതുകൊണ്ടാണ് 5 എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് 4 എടുത്താൽ മതിയാവും. അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. അപ്പൊ അതിന്റെ പകുതിയാണ് ആദ്യം ഞാൻ എടുത്തേക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചെടുത്ത പാലാണ്. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. അപ്പൊ ആദ്യം പഞ്ചസാര ചേർത്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഇല്ല, പഞ്ചസാര മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച 1/2 ലിറ്ററിന്റെ പകുതി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പഴം ഒന്ന് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ആദ്യം പകുതി പാല് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വന്ന പാലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ഊറ്റി നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ബ്ലെൻഡ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ തിക്നെസ്സിൽ എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൽ കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്താൽ മതിയാവും. തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പഴം കൂടെ ആഡ് ചെയ്താൽ മതിയായിരിക്കും. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പിന്നെ ഇതിലേക്ക് ഞാൻ ഫ്രൂട്ട്സ് ആണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങളൊക്കെ ചേർക്കാം. ഏത് പഴം ചേർത്താലും മധുരം ഉള്ള പഴങ്ങൾ ചേർക്കാൻ ശ്രദ്ധിക്കുക, പുളിയുള്ളതൊന്നും ചേർക്കാതിരിക്കുക. ആദ്യം ഞാൻ ഞാലിപ്പൂവൻ പഴം തന്നെ 2 കട്ട് ചെയ്തിട്ടുണ്ട്, ഏകദേശം 1/2 കപ്പ്. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഏത്തപ്പഴമാണ്, അതും 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ 1/2 കപ്പാണ് കേട്ടോ. പിന്നെ മുന്തിരിങ്ങ ചേർക്കുന്നുണ്ട്, പച്ചയോ ഏത് വേണമെങ്കിലും മധുരമുള്ളത് ചേർക്കുക. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പോമിഗ്രാനൈറ്റ് ആണ്. പിന്നെ എടുത്തേക്കുന്നത് ആപ്പിളാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് ചേർത്തേക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തേക്കുന്നത് കുറച്ച് നട്ട്സ് ആണ്, കാഷ്യൂ നട്ട്സ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഇതിലേക്ക് നട്ട്സിന് പകരം നമ്മുടെ നിലക്കടല ഉണ്ടല്ലോ, അത് വേണം ചേർത്ത് കൊടുക്കാം. അതായിരിക്കും ഒന്നുകൂടെ കടിക്കാൻ ടേസ്റ്റ് കേട്ടോ. 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇല്ലാഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തേക്കുന്നത് കുറച്ച് ഉണക്കമുന്തിരിയാണ് കേട്ടോ. ഇത് ആവശ്യമില്ല, പിന്നെ എൻ്റെ ഉള്ളതുകൊണ്ടും പിന്നെ ഒരു നല്ല മധുരം ഉള്ളതും ആയതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളേ. കടലയോ നട്ട്സോ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നേരത്തെ കുതിർത്ത് വെച്ച ചിയാ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ആണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് 1/4 to 1/2 കപ്പിന് ഇടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇത് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഒഴിവാക്കരുത് കേട്ടോ. ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് വന്ന് നന്നാറി സർബത്താണ് കേട്ടോ. ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നാറി സർബത്ത് എടുക്കുമ്പോൾ വീട്ടിലുണ്ടാക്കിയതോ കടയിൽ നിന്ന് വാങ്ങിയതോ ഏത് വേണേൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഡ്രിങ്ക് എന്നോ ഡിസേർട്ട് എന്നോ ഒക്കെ നിങ്ങൾക്ക് വിളിക്കാം. പിന്നെ ലൂസ് ആകുന്നതും ടൈറ്റ് ആക്കുന്നതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഈ തിക്നെസ്സിൽ ഇത് കുടിക്കുമ്പോഴാണ് നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഷുഗർ കട്ടായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് റോബസ്റ്റ പഴം എടുക്കാം കേട്ടോ. എന്നിട്ട് ഷുഗറും മിൽക്ക് മെയ്ഡൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്കത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വളരെ ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. വളരെ റിച്ച് ആയിട്ടുള്ള ഡിസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇപ്പോൾ പുതിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് അതും കൂടെ ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.